നിങ്ങൾക്ക് മതിയായ സൈന്യവും മതിയായ ആയുധങ്ങളും മതിയായ പണവും ഉണ്ടാകാം. പക്ഷേ ഇന്ത്യയെ ആക്രമിച്ച് കീഴടക്കുന്നത് ഏകദേശം അസാധ്യമാണ്. അതിന്റെ കാരണം സൈന്യമല്ല, ടെക്നോളജിയല്ല, അലയൻസസ് പോലുമല്ല. അതിന്റെ പ്രധാന കാരണം ജിയോഗ്രഫിയാണ്. ഇന്ത്യ ചൈന പോലെ മാൻമെയ്ഡ് മതിലുകൾ കൊണ്ട് സംരക്ഷിക്കപ്പെട്ടിട്ടില്ല. ഇത് സംരക്ഷിക്കുന്നത് മലനിരകൾ, കാടുകൾ, മരുഭൂമികൾ, സമുദ്രങ്ങൾ എന്നിവയാണ്. ഇന്ത്യയുടെ വടക്കുഭാഗത്ത് ഐസും കല്ലും ചേർന്ന ഒരു വലിയ മതിൽ നിലകൊള്ളുന്നു. ഹിമാലയം, ഭൂമിയിലെ ഏറ്റവും ഉയർന്ന മലനിര. ഇത് ന്യൂയോർക്ക് മുതൽ മയാമി വരെയുള്ള ദൂരത്തേക്കാൾ നീളത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അവിടെ ഓരോ കിലോമീറ്ററും അപകടകരമാണ്. ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം ഈ മലകൾ ഏകദേശം കടന്നു കയറാനാവാത്ത ഒരു പ്രതിരോധ മതിൽ സൃഷ്ടിക്കുന്നു. താഴ്ചയേറിയ പാറകൾ, ഇടുങ്ങിയ പാതകൾ, മനുഷ്യർക്ക് ശ്വാസമെടുക്കാൻ പോലും ബുദ്ധിമുട്ടുള്ള വളരെ സാന്ദ്രത കുറഞ്ഞ വായു. ഇവിടൂടെ ഒരു സൈന്യത്തെ നീക്കുന്നത് വെറും ബുദ്ധിമുട്ടല്ല, ഏകദേശം അസാധ്യമാണ്. ടാങ്കുകൾക്ക് കയറാൻ കഴിയില്ല. സപ്ലൈ ട്രക്കുകൾ ബ്രേക്ക് ഡൗൺ ചെയ്യും. ഹെലികോപ്റ്ററുകൾ ശക്തമായ കാറ്റിനെ നേരിടേണ്ടി വരും. പടിഞ്ഞാറോട്ട് മാറുമ്പോൾ ഭൂഭാഗം താർ മരുഭൂമിയാകുന്നു. ഏഷ്യയിലെ ഏറ്റവും ചൂടുള്ള പ്രദേശങ്ങളിലൊന്ന്. ഇവിടെ താപനില 50 ഡിഗ്രി സെൽഷ്യസ് കടക്കും. മണൽപ്പുയലുകൾ ദൃശ്യപരിധി ഇല്ലാതാക്കും. എഞ്ചിനുകൾ ഓവർഹീറ്റ് ചെയ്യും. സൈനികർ ഡീഹൈഡ്രേറ്റഡ് ആകും. പൂർണ്ണ ബറ്റാലിയനുകൾ പോലും വളരെ മന്ദഗതിയിലാകും. 1971 ബംഗ്ലാദേശ് വിമോചന യുദ്ധകാലത്ത് പാകിസ്ഥാൻ ഈ മരുഭൂമി കടക്കാൻ ശ്രമിച്ചു. വടക്ക് കിഴക്കൻ ഇന്ത്യയിൽ 7 സിസ്റ്റേഴ്സ് പ്രദേശം സ്ഥിതി ചെയ്യുന്നു. ഗണ്യമായ കാടുകൾ, കനത്ത മഴ, കുത്തനെയുള്ള മലകൾ. ഇത് ഗറില്ല ടാക്ടിക്സിനും ആംബുഷുകൾക്കുമായി അനുയോജ്യമായ പ്രദേശമാണ്. വലിയ സൈന്യാക്രമണങ്ങൾക്കല്ല. വേൾഡ് വാർ II സമയത്ത് ജപ്പാൻ സേന മ്യാൻമാർ വഴി ഇന്ത്യയിൽ പ്രവേശിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഈ ഭൂഭാഗം തന്നെ അവരെ തടഞ്ഞു. അതായത് ആരെങ്കിലും കടൽ മാർഗം ആക്രമിക്കാൻ ശ്രമിച്ചാലോ അതും വളരെ ബുദ്ധിമുട്ടാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്ത് ഡെക്കാൻ പ്ലാറ്റോ സ്ഥിതി ചെയ്യുന്നു. ഇത് പടിഞ്ഞാറൻ ഘട്ടവും കിഴക്കൻ ഘട്ടവും കൊണ്ട് ചുറ്റപ്പെട്ടിരിക്കുന്നു. ഈ പ്രദേശങ്ങൾ ഉയർന്ന മലനിരകളും കനത്ത കാടുകളും മഴയും നിറഞ്ഞതാണ്. ഇവിടെ സൈന്യത്തെ ഇറക്കുക എളുപ്പമല്ല. ഇതിനു പുറമെ ഇന്ത്യയുടെ നാവികസേന, നേവി, 130-ലധികം വാർഷിപ്പ്, സബ്മറീൻസ്, എയർക്രാഫ്റ്റ് കാരിയേഴ്സ് എന്നിവയുമായി ഇത് കൂടുതൽ ബുദ്ധിമുട്ടാക്കുന്നു. പക്ഷെ ഒരുപക്ഷെ ആരെങ്കിലും മലകളും മരുഭൂമികളും കാടുകളും സമുദ്രങ്ങളും കടന്നു വന്നാൽ പോലും അവരെ കാത്തിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലുതും പരിചയസമ്പന്നവുമായ സൈന്യങ്ങളിലൊന്നാണ്. ഇന്ത്യക്ക് 1 മില്യൺക്കുമധികം ആക്റ്റീവ് സോൾജേഴ്സ് ഉണ്ട്. വലിയ റിസർവുകൾ കൂടി പിന്തുണയ്ക്കുന്നു. ഇന്ത്യയുടെ മിസൈൽ കമാൻഡ് ഖണ്ഡങ്ങൾക്കപ്പുറം വരെ ആക്രമിക്കാൻ കഴിയും. ഈ സൈന്യം ഗ്ലേസിയേഴ്സ്, ഡെസേർട്സ്, ജംഗിൾസ്, ഹൈ ആൾട്ടിറ്റ്യൂഡ് ബാറ്റിൽഫീൽഡ്സ് എല്ലാം നേരിട്ടിട്ടുണ്ട്. അതിനുശേഷം വരുന്നത് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ ഡിറ്ററന്റ്, ന്യൂക്ലിയർ വെപ്പൺസ്. ഭൂമി, വായു, കടൽ, 3 വഴികളിലൂടെയും ആക്രമിക്കാൻ കഴിയുന്ന പൂർണ്ണ ന്യൂക്ലിയർ ട്രയാഡുള്ള കുറച്ച് രാജ്യങ്ങളിലൊന്നാണ് ഇന്ത്യ. ഭൂമിയിൽ നിന്ന് അഗ്നി മിസൈൽ സീരീസ്, വായുവിൽ നിന്ന് മിറാജ് 2000, സുഖോയി Su-30 MKI പോലുള്ള എയർക്രാഫ്റ്റുകൾ, കടലിൽ നിന്ന് ദ ഗെയിം ചേഞ്ചർ INS അരിഹന്ത്, ബാലിസ്റ്റിക് മിസൈലുകളുമായുള്ള ന്യൂക്ലിയർ സബ്മറീൻ. ഇന്ത്യയെ ആദ്യം ആക്രമിച്ചാലും ഇന്ത്യക്ക് തിരിച്ചടിക്കാൻ കഴിയും. പക്ഷേ ഒരുപക്ഷെ ആക്രമണക്കാർ ചില നഗരങ്ങൾ പിടിച്ചെടുത്തു എന്ന് കരുതുക. അതിനുശേഷം എന്ത്? ഇന്ത്യയുടെ യഥാർത്ഥ ശക്തി അതിന്റെ ജനങ്ങളാണ്. 1.5 ബില്യൺ ആളുകൾ. ഒരു അധിനിവേശ സേന സൈന്യത്തെ മാത്രമല്ല നേരിടുക, ലക്ഷക്കണക്കിന് സാധാരണ പൗരന്മാരെയും. അവർ പ്രതിരോധിക്കും, പ്രതിഷേധിക്കും, തിരിച്ചടിക്കും. ഇത്ര വലുതും വൈവിധ്യമായുമുള്ള രാജ്യത്തെ ആധുനിക കാലത്ത് ആരും വിജയകരമായി കീഴടക്കിയിട്ടില്ല. അതിനുശേഷം വരുന്നത് ജിയോ പൊളിറ്റിക്സിന്റെ ചെലവാണ്. ഇന്ത്യ ഒരൊറ്റപ്പെട്ട രാജ്യമല്ല, വലിയ ശക്തിയാണ്. ഇത് അമേരിക്ക, യൂറോപ്പ്, റഷ്യ, ജപ്പാൻ എന്നിവയുടെ പ്രധാന പങ്കാളിയാണ്. ഏത് ആക്രമണവും സാങ്ഷൻസ്, ഗ്ലോബൽ ബാക്ക്ലാഷ്, അന്താരാഷ്ട്ര സൈനിക ഇടപെടൽ വരെ ഉണ്ടാക്കും. ഇന്നത്തെ ലോകത്തിൽ ഇന്ത്യയെ ആക്രമിക്കുന്നത് ഒരു സൈനിക ഗാംബിൾ മാത്രമല്ല, അതൊരു വലിയ സാമ്പത്തിക ദുരന്തമാണ്.